ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, ആരാണ് ജിബ്രീൽ? ആരാണ് ജിബ്രീൽ? സ്വർഗത്തിൽ എന്നെക്കാളും മുമ്പ് കടന്നുപോയ ആ മനുഷ്യനാരാ? അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അതൊരു പെണ്ണിന്റെ കാലിന്റെ ചുവട്ടടി ശബ്ദമാണ് നബിയേ. ഒരു പെണ്ണിന്റെ കാലിന്റെ ചുവട്ടടി ശബ്ദമാണ് നബിയേ. ആ പെണ്ണ് ആരെന്നറിയുമോ? മഹദി ഉമ്മു സുലൈം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയാണ്. മദീനത്തോട്ട് നബിതങ്ങളെ കടന്നു വരുന്നതിന് മുമ്പ് നബിതങ്ങളെ വിശ്വസിച്ച പെണ്ണാണ്. അവരുടെ ഭർത്താവിന്റെ പേര് മാലിക് എന്നാണ്. അവരുടെ ഭർത്താവിന്റെ പേര് മാലിക് എന്നാണ്. ഉമ്മു സുലൈം അവിടുന്ന് മുസ്ലിമായി. ഉമ്മു സുലൈം അവിടുന്ന് മുസ്ലിമായി. മാലിക് എന്ന് പറയുന്ന ഭർത്താവ് പറഞ്ഞു, ഉമ്മു സുലൈം, നിനക്കെന്നെ വേണോ? നിനക്ക് എന്റെ കുഞ്ഞിനെ വേണോ? എന്നാൽ നീ ഇസ്ലാമിന്റെ വെളിയിലോട്ട് കടന്നു വാ ഉമ്മു സുലൈം. ഇസ്ലാമിനെ നീ ഉപേക്ഷിക്കും ഉമ്മു സുലൈം. പ്രവാചകനെ നീ തള്ളിപ്പറയും ഉമ്മു സുലൈം. അവിടുന്ന് പറഞ്ഞു, മാലിക്കേ, നിങ്ങൾ എന്റെ ഭർത്താവാണ്, ഇതെന്റെ കുഞ്ഞാണ്, ഇത് നമ്മുടെ കുഞ്ഞാണ്. നിങ്ങൾ എന്റെ ഭർത്താവാണ്, എനിക്ക് നിങ്ങളെയും വേണം, നമ്മുടെ കുഞ്ഞിനെയും വേണം. എന്റെ ഹബീബ് തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വേണം. എന്റെ പരിശുദ്ധമായ ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാ നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മാലിക്കേ. അതാ മാലിക് തന്റെ ഭാര്യ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, അവൾ ഇസ്ലാമിന്റെ വെളിയിലോട്ട് വരാൻ തയ്യാറല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ, അതാ ഉമ്മു സുലൈമിനെ ഉപേക്ഷിച്ചുകൊണ്ട് മാലിക് അവിടെ നിന്ന് നടക്കുകയാണ്. ഉമ്മു സുലൈമിനെ ഉപേക്ഷിക്കുകയാണ്. മാസങ്ങൾ കടന്നു പോവുകയാണ്. അതാ മദീനയിലോട്ട് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നു. ത്വലഅൽ ബദർ പാടിയിട്ട് മക്കളെല്ലാവരും, മദീനത്തെ മക്കളെല്ലാവരും നബിതങ്ങളെ സ്വീകരിച്ചു. നബിതങ്ങൾ അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലുണ്ട്. മദീനക്കാരെല്ലാവരും വില കൂടിയ സമ്മാനങ്ങളുമായിട്ട് നബിതങ്ങളുടെ അരികിലോട്ട് കടന്നു പോവുകയാണ്. വലിയ വില കൂടിയുള്ള, വിലപിടിപ്പുള്ള വലിയ സമ്മാനങ്ങളുമായിട്ട് ആളുകളെല്ലാവരും നബിതങ്ങളുടെ അരികിലോട്ട് കടന്നു പോകുന്നു. ഉമ്മു സുലൈം ചിന്തിക്കുന്നു, അല്ലാ, ഞാനും ഒരു മുസ്ലിമാണല്ലോ, അല്ലാ, എല്ലാവരും നബിതങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നല്ലോ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, എന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല റബ്ബേ. അതാ ഉമ്മു സുലൈം വല്ലാണ്ട് കരയാൻ തുടങ്ങുകയാണ്. കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുന്ന ഉമ്മു സുലൈം അവിടുന്ന് തീരുമാനിക്കുകയാണ്, ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യനെയാണ്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യനെയാണ്. അതെന്റെ പൊന്നു മകനാണ് അല്ലാ. 10 വയസ്സുള്ള എന്റെ അനസാണ് റബ്ബേ. എന്റെ അനസിനേക്കാളും വിലയുള്ള മൂല്യമുള്ളൊരു വസ്തു എന്റെ കയ്യിലില്ല അല്ലാ. എന്റെ അനസിനെ ഞാൻ എന്റെ ഹബീബിനെ സമർപ്പിക്കാം റബ്ബേ. എന്റെ അനസിനെ ഞാൻ എന്റെ ഹബീബിനെ സമർപ്പിക്കാം റബ്ബേ. അല്ലാഹുവിന് ഈ വാചകം ഇഷ്ടപ്പെട്ടടോ? ആ കാര്യം അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടു. താൻ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന, താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ പൊന്നുമോനെ നബിതങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയുന്നു, നബിയേ, ഉമ്മു സുലൈം ഒരു പാവപ്പെട്ട പെണ്ണാ നബിയേ. എന്റെ കയ്യിൽ ഈ പൊന്നുമോനല്ലാതെ വേറൊന്നുമില്ല നബിയേ. ഈ മോനെ അങ്ങ് ഹദിയായിട്ട് സ്വീകരിക്കണേ നബിയേ. 10 വർഷമാണടോ നബിതങ്ങൾ പൊന്നുപോലെ നോക്കിയതോ, ഒരു മകനെ
പോലെയാണ് നബിതങ്ങൾ അനസ് ബിൻ മാലിക് തങ്ങളെ കണ്ടത്. അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ഇന്നുവരെ എന്റെ ഹബീബ് എന്നോട് മുഖം ചുളിച്ച് സംസാരിച്ചിട്ടില്ല, ഇന്നുവരെ എന്നെ വഴക്കു പറഞ്ഞിട്ടില്ല, ഇന്നുവരെ എന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. പൊന്നുമോനെ പോലെയാണ് അനസ് തങ്ങളെ നബി തങ്ങൾ നോക്കിയത്. 10ാമത്തെ വയസ്സിലോ തന്റെ പൊന്നുമോനെ നബി തങ്ങൾക്ക് സമർപ്പിച്ചതിന് പകരമായിട്ട് അല്ലാഹു കൊടുത്തതെന്തെന്നറിയുമോ? സ്വർഗമാണ് ഉമ്മ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുറബ്ബിഹ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. വാപ്പാ വലിയ കോടീശ്വരനായിരുന്നു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. രാവിലെ തന്റെ തോട്ടത്തിൽ ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ വന്നിട്ട് പറയുന്നത് നബിതങ്ങൾ മരണപ്പെട്ടു പോയി. നബിതങ്ങൾ മരണപ്പെട്ടു പോയി. ഈ സമയത്ത് അബ്ദുള്ള എന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ ഈ വാർത്ത സത്യമാണെങ്കിലോ എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണേ അല്ലാ. എന്തേ കാരണമെന്നറിയുമോ? എന്തേ കാരണമെന്നറിയുമോ? ഭ്രാന്ത് പിടിച്ചത് കൊണ്ടല്ല, ഭ്രാന്തായത് കൊണ്ടല്ല. അബ്ദുള്ള അല്ലാഹുവിനോട് പറയുകയാണ്, നബിതങ്ങളെ ജീവനോടുകൂടി കണ്ട കണ്ണാണ് റബ്ബേ. ഇന്ന് വരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചിരിക്കുന്ന മുഖമല്ലാതെ മറ്റൊരു മുഖവും ഞാൻ കണ്ടിട്ടില്ല അല്ലാ. നിശ്ചലമായിട്ട് മയ്യത്തായിട്ട് കിടക്കുന്ന നബിതങ്ങള് ഈ കണ്ണുകൊണ്ട് കാണിക്കല്ല അല്ലാ. ആ നിഷ്കളങ്കമായ ദുആ അല്ലാഹു സ്വീകരിക്കുകയാണ്. അബ്ദുള്ള എന്നവർ അന്ധനായിട്ട് മാറുകയാണ്. അബ്ദുള്ള എന്നവർ അന്ധനായിട്ട് മാറുകയാണ്. ഇതായിരുന്നടോ സ്വഹാബത്തിന് നബിതങ്ങളോട് ഉണ്ടായിരുന്ന സ്നേഹം. ഇതായിരുന്നു സഹോദരാ സ്വഹാബത്തിന് നബിതങ്ങളോടുണ്ടായിരുന്ന സ്നേഹം. അവിടുന്ന് നബിതങ്ങളെ ഖബറടക്കിയിട്ട് വ്യാഴാഴ്ച രാവിലെ സുബഹിയുടെ സമയത്ത് മസ്ജിദുൻ നബവിയുടെ മിനാരത്തിന്റെ മുകളിലോട്ട് കയറി നിന്നിട്ട് മഹാനായ ബിലാൽ തങ്ങൾ അവിടുന്ന് ബാങ്ക് വിളിച്ചപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം ബിലാൽ തങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല. അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയാൻ സാധിക്കുന്നില്ല. ബിലാൽ തങ്ങൾ തേങ്ങി കരയുകയാണ്, ചങ്ക് പൊട്ടി കരയുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, ബിലാലേ ആ ബാങ്കൊന്ന് പൂർത്തിയാക്കു ബിലാലേ, ആ ബാങ്കൊന്ന് പൂർത്തിയാക്കു ബിലാലേ. ഇല്ല സ്വഹാബാ, എന്റെ നബിതങ്ങളുടെ വാക്ക്, എന്റെ നബിതങ്ങളുടെ പേര് എന്റെ നാവ് കൊണ്ട് പറയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല സ്വഹാബാ. സുബഹി നമസ്കാരം കഴിഞ്ഞു. ബിലാൽ തങ്ങളെ വീട്ടിലോട്ട് പോയി തന്റെ 3 ജോഡി വസ്ത്രമെടുത്ത് ബാഗിലോട്ടിട്ടു. അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ്, അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, ബിലാൽ എങ്ങോട്ട് പോകുന്നു ബിലാൽ? അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് വേണ്ട, എന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് വേണ്ട, എന്റെ ഹബീബില്ലാത്ത മദീനയിൽ എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്ന ബിലാൽ പൊന്നുപ്പാ ഈ വാളിന്റെ മജ്ലിസിലോട്ട് കടന്നു വന്ന ചെറുപ്പക്കാരാ, എന്നെ കേൾക്കുന്ന പെങ്ങളെ, ഒരു വിരൽ ഞാൻ നിങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ 3 വിരൽ എന്റെ നേരെ മടക്കി പിടിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, എത്ര നാളായി നബിതങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, എത്ര നാളായി നബിതങ്ങളുടെ പേരിൽ മൗലിദോതുന്നു, എത്ര നാളായി നബിതങ്ങളുടെ പേരിലുള്ള വഅദ് കേൾക്കുന്നു, എത്രയോ നബിതങ്ങളുടെ വഫാത്ത് കേട്ട ഉപ്പാ, ഇന്ന് വരെ ഹൃദയത്തിന്റെ അകത്തോട്ട് നബിതങ്ങൾ കടന്നിട്ടുണ്ടോ?
ആ നബിതങ്ങളെ ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീര് വെളിയിലോട്ട് വന്നിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈക്കല്ലാഹു യാ അലമൽ ഹുദാ മാനാഹ തൈറും ഫിൽ ഉസൂനി യുഗരിദൂ യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തെങ്കിലും ചൊല്ലാൻ അല്ലാഹുവേ ഈ മജ്ലിസിനെ നീ ഒരു കാരണമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് സ്വലാത്തുകളെങ്കിലും